വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന്. ഞാനത് മുഖവരിയൊന്നുമില്ല, വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. നമുക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത്, ഭരണഘടന അസംബ്ലി നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26-ാം തീയതിയാണ്. നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആ ഭരണഘടന അംഗീകരിക്കുന്നത്, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26-ാം തീയതിയാണ്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം നമ്മളതിൻ്റെ ആഘോഷത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ജനുവരി മാസമാണ്. പുതിയ സന്തോഷവും ആഹ്ലാദമൊക്കെ ജീവിതത്തിൽ വരട്ടെ എന്ന് പരസ്പരം നമുക്ക് ആശംസിക്കാം. നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു മതാധിഷ്ഠിത സമൂഹമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പം 140 കോടി ജനങ്ങളുണ്ടാകുമ്പോൾ അതിലൊരു 1 കോടി ആൾക്കാർ പോലും പരസ്യമായി മതം ഉപേക്ഷിച്ചവരുണ്ടാവില്ല എന്നാണ് പല കണക്കുകളും പറയുന്നത്. എന്തായാലും ഒരു 130 കോടി, മിനിമം ഒരു 90%, 95% ആൾക്കാർ മതവിശ്വാസികൾ, ഏതെങ്കിലും അദൃശ്യമായ ശക്തികളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവരല്ല, മറ്റേതോ ശക്തിയാണ്, മറ്റേതോ ശക്തിയുടെ പ്രവർത്തനം മൂലമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് മഹാഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ഭരണകൂടവും ജുഡീഷ്യറിയും അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ളവരൊക്കെ അതിനനുകൂലമായ സമീപനമാണ് കൈക്കൊള്ളുന്നത്. നമ്മൾ ഭരണഘടനയിലെ അനുച്ഛേദം 51-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഘട്ടത്തിൽ വരുത്തിയ ഒരു ഭേദഗതിയിൽ നമ്മളെല്ലാവരും ശാസ്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കണമെന്നും ശാസ്ത്രബോധം വളർത്തൽ നമ്മുടെ പൗരന്റെ ഉത്തരവാദിത്തമാണെന്നും എന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അവരുടെ ശാസ്ത്രീയ നേട്ടങ്ങളെയും ശാസ്ത്രം കൈവരിച്ച മഹത്തായ നേട്ടങ്ങളെയും, ഇപ്പോൾ ചന്ദ്രനിലേക്ക് ഉപഗ്രഹത്തെ അയക്കാൻ മാത്രം പര്യാപ്തമായ ശാസ്ത്രജ്ഞാനം കൈവരിച്ച രാജ്യമാണ് നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർ. അവര് പോലും ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ തുടങ്ങുന്നത് ഏതെങ്കിലും മതാധിഷ്ഠിതമായ ദൈവാധിഷ്ഠിതമായ ചടങ്ങുകൾ കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുര്യോഗം. ഭരണഘടനയിൽ ശാസ്ത്രബോധം വളർത്തണമെന്ന് നമ്മൾ എഴുതി വെക്കുകയും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവരും ഭരണാധികാരികളും ആ ഭരണകൂടത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളായ ജുഡീഷ്യറി, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ആൾക്കാർ, ശാസ്ത്രകാരന്മാർ, സാഹിത്യകാരന്മാർ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ ശാസ്ത്രബോധം ഉയർത്താനുള്ള ഭരണഘടനാ നിർദ്ദേശത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർക്കാർ ഓഫീസിൽ പൂജ നടത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സോഷ്യലിസ്റ്റ് സെക്യുലർ കോൺസെപ്റ്റ് ഉള്ള ഒരു ഭരണകൂടം, ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഓരോ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഭരണഘടന നിലവിൽ വരുന്നതോടുകൂടി നമ്മൾ റിപ്പബ്ലിക്കായി. ഭരണഘടനയുടെ അനുച്ഛേദം 13 പറയുന്നത് ഈ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി ഏതെങ്കിലും നിയമം ഭരണഘടനയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അനുച്ഛേദം 13 പ്രകാരം ആ നിയമം ദുർബലപ്പെട്ടു പോകും. അഥവാ ഭരണഘടനയുടെ സ്പിരിറ്റോട് ചേർന്ന് പോകാത്ത, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളോട് ചേർന്ന് പോകാത്ത, സമരസപ്പെട്ടു പോകാത്ത എല്ലാ നിയമങ്ങളും റദ്ദാക്കപ്പെടുമെന്നാണ് ഭരണഘടനയിലെ അനുച്ഛേദം 13 പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പല നിയമങ്ങളും രാജ്യത്ത് ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിലവിലുള്ള സമയത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കോടതികളിൽ ഒന്ന് തലശ്ശേരി കോടതിയാണ്. തലശ്ശേരി കോടതി എനിക്ക് തോന്നുന്നു 200 വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർമ്മയിൽ പറയുകയാണ്, ചിലപ്പോൾ ചരിത്രപരമായ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
ഞാനിപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത കോടതി ഹോസ്റ്റൽ കോടതി 75 വർഷം പഴക്കമുണ്ട് ഞങ്ങളുടെ കോടതി. അതായത് 75 വർഷം പഴക്കമുള്ള, അതിനേക്കാൾ പഴക്കമുള്ള കോടതിയാണ് കാസർഗോട്ടെ കോടതി. ഈ കോടതികളിലെല്ലാം വ്യവഹാരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പല വ്യവഹാരങ്ങളിലും അതാത് പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന പ്രാദേശിക നിയമങ്ങളെ അനുസരിച്ചാണ്. നമുക്ക് ഈ 1860കളിലാണ് IPC എവിഡൻസ് ആക്ടും CPC ഒക്കെ നിലവിൽ വരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന പ്രാദേശികമായ നിയമങ്ങൾ ഓരോ മതപണ്ഡിതന്മാരെയും അതാത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. അത് പ്രാദേശികമായി ഓരോ സമൂഹത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്തമായ നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ വ്യക്തി നിയമം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ മുസ്ലിം വ്യക്തി നിയമം. ഈ മുസ്ലിം വ്യക്തി നിയമത്തെ ഹിന്ദു വ്യക്തി നിയമമുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തെ പ്രത്യേക വ്യക്തി നിയമമുണ്ട്. ഈ വ്യക്തി നിയമങ്ങൾ സിവിൽ നിയമത്തിന്റെ ഭാഗമാണ്. സിവിൽ നിയമം എന്ന് പറയുന്നതും ക്രിമിനൽ നിയമം, അത് നിങ്ങൾക്ക് അറിവ് ഞാൻ വിചാരിക്കുന്നു. ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് വ്യത്യസ്തമായി സിവിൽ വ്യവഹാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സിവിൽ അവകാശങ്ങളെ സംബന്ധിക്കുന്നതാണ്. നമ്മൾ ഉദാഹരണമായി പറഞ്ഞ സ്വത്ത് തർക്കം, അതുപോലെ തന്നെ വൈവാഹികമായ പ്രശ്നങ്ങൾ, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ സിവിൽ വ്യവഹാരത്തിൽ പെടുത്തുന്നത്. ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുള്ള വ്യക്തികളെ കയ്യേറ്റം ചെയ്യുക, അതിക്രമിച്ച് കിടക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ക്രിമിനൽ നിയമങ്ങൾ വരുന്നത്. അപ്പൊ ഈ വ്യക്തി നിയമങ്ങളുടെ പരിധിയിലാണ് ഈ സിവിൽ നിയമത്തിന്റെ ഒരു ഭാഗമാണ് വ്യക്തി നിയമം, പേഴ്സണൽ ലോ. അപ്പം ഇന്ത്യ നിലവിൽ വരുന്ന സമയത്ത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ നേരത്തെ നിലവിലുണ്ട്. 47 നമ്മുടെ ഭരണഘടന ഇപ്പൊ പറയുന്ന ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം നിലവിൽ വരുന്ന സമയത്ത് വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങളാണ് രാജ്യത്തിലുണ്ടായിരുന്നത്. 1937 ഇന്ത്യയിലെ ഒരു കൂട്ടം മുസ്ലിം പണ്ഡിതന്മാർ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അടിസ്ഥാനപ്പെടുത്തുന്നത് മുസ്ലിം വ്യക്തി നിയമമായിരിക്കും, മുസ്ലിം പേഴ്സണൽ ലോ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1937 മുസ്ലിം പേഴ്സണൽ ആക്ട്, മുസ്ലിം വ്യക്തി നിയമം എന്ന പേരിലൊരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുകയുണ്ടായി. അതിന് അടിസ്ഥാനപരമായ കാരണം, ഈ നിയമം വരുന്നതിന് മുമ്പ് നോർത്ത് ഇന്ത്യയിലും ബംഗാളിലൊക്കെ, ബംഗാൾ എന്ന് പറയുന്നത് ഇന്നത്തെ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശ് രാജ്യമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അച്ഛന്റെ പിതാക്കളുടെ സ്വത്തിൽ അവകാശമേ ഉണ്ടായിരുന്നില്ല. അവരുടെ ആ പ്രാദേശികമായ പല നിയമങ്ങളും മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശം പൂർണ്ണമായി നിരാകരിക്കുന്നതായിരുന്നു. അപ്പൊ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ ആവശ്യപ്പെട്ട് ശരീഅത്ത് പറയുന്ന പ്രകാരമെങ്കിലും, ഖുർആനിൽ ഉണ്ട് എന്ന് പറയുന്ന പ്രകാരമെങ്കിലും ഞങ്ങൾക്ക് അവകാശം കിട്ടണമെന്ന് ആവശ്യം ഉന്നയിച്ചാണ് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്ന രീതിയിൽ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത്. അത് മുസ്ലിം പണ്ഡിതന്മാരുടെ നിയമത്തിന്റെ പ്രിയാമ്പിളിൽ തന്നെ പറയേണ്ട ഒരു പ്രത്യേക സംഘടനകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അരിഞ്ഞു നൽകിയിട്ടാണ് നിയമം വരുന്നത്. ആ നിയമത്തിൽ ഒരു 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. വിവാഹമോചനം, ജീവനാംശം മെയിൻ്റനൻസ്, ദത്ത്, അനന്തരാവകാശം. ഈ കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നത് ഈ നിയമം ശരീഅത്താണ് ബാധകമാകുക. അപ്പം ആ നിയമത്തിൽ പ്രധാനപ്പെട്ട ക്ലോസ് 1 മുസ്ലിം, 2 ശരീഅത്ത്. ഇന്ത്യയിലെ ഭൂപ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ വിവാഹമോചനം, ജീവനാംശം, അനന്തരാവകാശം, ദത്ത്, ഈ 5 കാര്യങ്ങളിൽ ബാധകമാവുക ശരീഅത്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ നിയമം പരിശോധിക്കുമ്പോൾ എന്താണ് മുസ്ലിം എന്ന് ആ നിയമം ഡിഫൈൻ ചെയ്യുന്നില്ല, എന്താണ് ശരീഅത്ത് എന്നും ആ നിയമം ഡിഫൈൻ ചെയ്യുന്നില്ല. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നിയമം പരിശോധിക്കുമ്പോൾ എല്ലാ നിയമത്തിനും ഡെഫിനിഷൻ ക്ലോസ് ഉണ്ടാവും. നമ്മളെല്ലാ വക്കീലുണ്ടല്ല, എല്ലാ നിയമവും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും അതിന്റെ 2-മത്തെയോ 3-മത്തെയോ സെക്ഷൻ ഡെഫിനിഷൻ ക്ലോസ് ആയിരിക്കും. എന്താണ് ആ നിയമം, എന്താണ് ആ നിയമത്തിൽ പറയുന്ന ഓരോ വാചകവും എന്താണ് ഉദ്ദേശിക്കുന്നത്, നിർവചിക്കുന്നത്, ഡെഫിനേഷൻസ് ഉണ്ടാവും. ശരീഅത്ത് അപ്ലിക്കേഷൻ ആയിട്ട് ചെറിയ ആക്ടാണ്, 7 സെക്ഷനേ അതിലുള്ളൂ.
അതിൽ എന്താണ് ശരീഅത്ത് എന്ന് പറയുന്നില്ല, ആരാണ് മുസ്ലിം എന്നും പറയുന്നില്ല. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ മുസ്ലിം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു മുസ്ലിമാണ്. അള്ളാഹു എന്ന ദൈവത്തിലും, ദൈവത്തിന്റെ പേരാണ് അള്ളാഹു, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിലും, ഈ മുഹമ്മദ് വഴി ദൈവം ലോകത്തോട് സംസാരിച്ച ഖുർആൻ എന്ന പുസ്തകത്തിലും വിശ്വസിക്കുന്നവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുക. ആ ഡെഫിനിഷൻ ഒരു സ്വീകാര്യമായ ഡെഫിനിഷനാണ്. വലിയ പുസ്തകങ്ങളൊക്കെ അങ്ങനെ കാണുന്നത്. അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് അവസാന പ്രവാചകനായിരിക്കണം. ആ പ്രവാചകനുള്ള അവതീർണമായി എന്ന് വിചാരിക്കുന്ന ഖുർആൻ എന്ന പുസ്തകത്തിലും വിശ്വസിക്കുന്നവരെയാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഇസ്ലാം ആവണമെങ്കിൽ 5 കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. ഈ 5 കാര്യങ്ങൾ പാലിക്കുന്നവരെയാണ് മുസ്ലിം എന്ന് പറയുക. ഇപ്പൊ ശരീഅത്ത് എന്ന് പറയുന്നതിന് എന്നാൽ അങ്ങനെ ഇത് നമ്മൾ സാധാരണ പറയാമെങ്കിലും ഇതൊരു ഏകശിലാരൂപത്തിലുള്ള ഒരു സമൂഹമല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, മുസ്ലിങ്ങളെ വലിയ പ്രബലമായ 2 വിഭാഗം ഷിയ മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളുമാണ്. ഇപ്പം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഷിയ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. സിറിയയിലെ വലിയ വിഭാഗം ഷിയ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഇന്ത്യയിൽ തന്നെ ഷിയ വഖഫ് ബോർഡും ഉണ്ട്, സുന്നി വഖഫ് ബോർഡും ഉണ്ട്. ഈ ഷിയാക്കളിൽ അവാന്തര വിഭാഗങ്ങളുണ്ട്, സുന്നികളിൽ പ്രബലമായ വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങളുണ്ട്. ഈ ഓരോ അവാന്തര വിഭാഗത്തിനും ഇപ്പം സുന്നികളിൽ, നമ്മുടെ കേരളത്തിലെ സുന്നികളിൽ പ്രധാനപ്പെട്ട ഷാഫി സ്കൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സെക്റ്റാണ്. ഷാഫി, അനഫി, അംബലി, മാലിക്കി, ഈ 4 സെക്ട് ഉണ്ട് മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ, സുന്നി മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ. ഈ ഓരോ സെക്റ്റിനും പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെ പ്രവാചകനിലും അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്നവരാണെന്ന് പറയാമെങ്കിലും, അത് ബ്രോഡായ ഒരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും വിശാലമായ അർത്ഥത്തിൽ, സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിന് വ്യത്യസ്തമായ കള്ളികളുണ്ട്, തരങ്ങളുണ്ട്. അത് നമുക്ക് ഒറ്റയടിക്കോട്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ഉൾപ്പിരിവുകളുണ്ട് ഈ സുന്നികളിൽ തന്നെ. നമ്മളിപ്പോ സുന്നികൾ എന്ന് പറയുന്ന ഷാഫി വിഭാഗത്തിൽ തന്നെ കേരളത്തിൽ നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത EK സുന്നിയുണ്ട്, കാന്തപുരം സുന്നിയുണ്ട്. മുജാഹിദ് വിഭാഗത്തിന്റെ, സലഫി വിഭാഗത്തിന്റെ 3 സെക്ട് ഉണ്ട്. ജിന്ന് സലഫി ഉണ്ട്, വിസ്ഡം സലഫി ഉണ്ട്, KNM ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന വേറെ വിഭാഗമുണ്ട്. ഇവരൊക്കെ ചേർന്നാലാണ് കേരളത്തിലെ ഷാഫി സുന്നി വിഭാഗം വരുന്നത്. റാവുത്തർമാരുള്ള ഗ്രൂപ്പാണ് നമ്മൾ അനഫി എന്ന് പറയുന്നത്. അപ്പൊ മറ്റ് വിഭാഗങ്ങൾ അത്രയല്ല. കേരളത്തിൽ ഷിയാക്കളുണ്ട്, എറണാകുളത്ത് ഷിയ പള്ളികളൊക്കെ ഉണ്ട്. അതിനൊക്കെ പുറമെ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ പ്രവാചകനായ മുഹമ്മദിന് ശേഷം മറ്റൊരു പ്രവാചകരോട് വിചാരിക്കുന്നവരാണ്. അവര് വലിയ പീഡനം, മൈനോറിറ്റികളാണ്. പാകിസ്ഥാനിൽ വലിയ മതപരമായ പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗമാണ്. ബോറ മുസ്ലിങ്ങൾ എന്നൊരു വേറെ വിഭാഗമുണ്ട്. അവർ ഈ മുസ്ലിങ്ങളൊന്നും ബോറ മുസ്ലിങ്ങളെയും അഹമ്മദിയ വിഭാഗത്തെയും മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതില് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന വലിയ ഒരു ബ്രോഡ് സെൻസിൽ വേണം ഈ മുസ്ലിങ്ങൾ നമ്മൾ കണക്കാക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോഴെന്താണ് ശരീഅത്ത്? ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ മുസ്ലിം ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ ഗ്രൂപ്പുകളിലൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഉണ്ട്. ആ പഠനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി പലപ്പോഴും നമ്മുടെ കോടതികൾ എത്തിച്ചേർന്ന നിഗമനങ്ങളെയാണ് നമ്മൾ ശരീഅത്ത് എന്ന് പറയുന്ന ഒറ്റ വാക്കോട് വിവക്ഷാക്കുന്നത്. കോടതികൾ അതിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് പറയുന്ന മുല്ല എഴുതിയ ഒരു പുസ്തകത്തെയാണ്. 1906 അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. ഈ വ്യത്യസ്തമായ സ്കൂളുകൾ അനഫി, ഷാഫി, അംബലി, മാലിക്കി, സുന്നി, ഷിയ, ആ അതിലെ എല്ലാ വഴിത്തിരിവുകളെയും ഖുർആന്റെയും പ്രവാചകചര്യയുടെയും പണ്ഡിതന്മാരുടെ നിന്നും കിട്ടിയ വിവരം അടിസ്ഥാനപ്പെടുത്തി ക്രോഡീകരിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ. ആ പുസ്തകം ഒരു എനാക്ട്മെന്റ് അല്ല, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമല്ല. പക്ഷെ ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ കോടതികൾ വലിയ തോതിൽ മുസ്ലിം പ്രശ്നങ്ങൾ കോടതിക്ക് മുമ്പ് വന്നാൽ ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ. ഇതാണ് ഈ 1937 ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ശരീഅത്ത് എന്ന് പറയുന്നത്. പ്രായോഗതലത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്നാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. ഇത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് പറയുന്ന മുള്ളയുടെ പുസ്തകം
നമ്മൾ ഇന്ന് പറയും ആധുനിക സമൂഹം കൈവരിച്ച ജെൻഡർ ഇക്വാലിറ്റി എന്ന കോൺസെപ്റ്റുമായി എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്, എങ്ങനെയാണ് യുദ്ധം വരുന്നത് എന്നാണ് നമ്മൾ ഒരു ആലോചനയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പല കാര്യങ്ങളിലും ആ പുസ്തകത്തിലെ പല വ്യാഖ്യാനങ്ങളും ക്രമേണ കോടതികൾ തള്ളി പറയുന്നുണ്ട്. ഇപ്പം നമ്മള് ഈ 937 ശരീഅത്ത് അപ്ലിക്കേഷൻ അനുസരിച്ച് ശരീഅത്താണ് മുസ്ലിങ്ങളെ ബാധിക്കുന്ന നിയമം. ശരീഅത്തില് വിവാഹപ്രായമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവാഹപ്രായത്തിൽ ബുലൂഗാവുക എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ചെക്കനെയും പെണ്ണിനെയും വിവാഹം കഴിക്കാൻ പ്രായമായി. നമ്മള് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഗർഭം ധരിക്കാൻ പെൺകുട്ടി പ്രാപ്തിയാവുക, അതായത് പീരീഡ്സ് ഉണ്ടാവുക. ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് മീശയൊക്കെ വരുന്ന പ്രായമുണ്ടല്ലോ, ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് പ്രാപ്തമായ പ്രായം. അല്ലാണ്ട് ശാരീരികമായ വളർച്ചയോ മാനസികമായ പക്വതയോ ഒന്നുമല്ല ഈ സംഗതിയാണ് പരിഗണിക്കുന്നത്. ഇതാണ് ശരീഅത്തിലെ പല പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ മുസ്ലിം നിയമത്തിലെ മറ്റ് ചില സ്കൂളുകളിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക സാമാന്യമായി പറയുകയാണെങ്കിലും കന്യക ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാത്ത പെൺകുട്ടികളെ മാനസികതല ശരിയുള്ള രണ്ട് പുരുഷന്മാരായ സാക്ഷികളുടെ മുമ്പാകെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പിതാവ് മറ്റൊരു പുരുഷന് ഒരു മഹറിന് പകരമായി എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിവാഹമായി. ആ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകേണ്ടതില്ല. എന്നാൽ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ഘട്ടത്തിൽ ആ വിവാഹത്തെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അതായത് വിവാഹം നടക്കണമെങ്കിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ബുലൂ ആകണമെന്ന് പോലും ഇല്ലാത്ത ഒരു നിയമമാണ് ശരീഅത്ത്. ഇത് ഇന്നിപ്പം ശരീഅത്ത് അപ്ലിക്കേഷൻ അതിന്റെ ട്രൂ സ്പിരിറ്റിൽ ശരീഅത്ത് അപ്ലിക്കേഷൻ എന്താണോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം അതുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ 7, 8, 6, 5 വയസ്സിലെ പെൺകുട്ടികളെ അവരുടെ അച്ഛൻ വിചാരിച്ചാൽ വേറെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയും. വ്യാപകമായ അങ്ങനെ വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. 8 വയസ്സും 7 വയസ്സും 9 വയസ്സുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ക്രമേണ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ബോധം മാറുകയും മൂല്യബോധം മാറുകയും നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും കൺസേൺ ഉള്ള ഒരു സമൂഹമായി രാജ്യം മാറുകയും ചെയ്തപ്പോഴാണ് ശൈശവ വിവാഹ നിരോധന നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത്. 970ഓടുകൂടി ശൈശവ വിവാഹ നിരോധന നിയമം നമ്മുടെ നാട്ടിൽ വരികയാണ്. ഈ ശൈശവ വിവാഹ നിരോധന നിയമം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ വിവാഹപ്രായം 18 വയസ്സായി പെൺകുട്ടികളുടേതും 21 വയസ്സായി ആൺകുട്ടികളുടേതും നിജപ്പെടുത്തി. ഈ നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രാജ്യം ഒഴിവാക്കിയിട്ടില്ല. അതൊരു ജനറൽ ലോ ആണ്, സ്പെഷ്യൽ നിയമമാണ്. അപ്പൊ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടും ഈ ശൈശവ വിവാഹം നിരോധന നിയമവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു. കോടതികൾ പറഞ്ഞത് വിവാഹപ്രായത്തിന്റെ പരിഗണന വരുന്ന സമയത്ത് ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പം വിവാഹം എന്ന കോൺസെപ്റ്റിൽ നിന്ന് ശരീഅത്തിനെ കോടതി വെട്ടിക്കളഞ്ഞു. ശരീഅത്ത് വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ നേർപ്പിച്ചു പോയി എന്നർത്ഥം. എന്നാൽ വിവാഹ രീതിയെ കോടതികൾ ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോഴും പെൺകുട്ടികളെ സമ്മതമില്ലാതെ തന്നെ അച്ഛന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള നിയമം രാജ്യത്ത് നിലവിലുണ്ട്. ആ പേഴ്സൺ ലോ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനോട് പ്രേമോട് വിചാരിക്കാം. അച്ഛനും അമ്മക്കും വീട്ടുകാർക്കും അത് ഇഷ്ടമല്ലെങ്കിൽ ആ പ്രേമം പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ വേറൊരു ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിയമം അച്ഛന് അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ നിയമ അനുവാദം നൽകുന്നെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഒരു പിതാവും അല്ലെങ്കിൽ വീട്ടുകാർ തയ്യാറാവാത്തത് അതിനപ്പുറത്ത് ആ കുട്ടിക്ക് അവരുടെ ഓട്ടോണമി ഉണ്ട് എന്ന് നമ്മുടെ ഭരണഘടനാ കോടതികൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ വിവാഹ കാര്യത്തിൽ ശരീഅത്ത് നിർമ്മിക്കപ്പെട്ടു പോയി. ഇനി രണ്ടാമത്തെ കാര്യം വിവാഹ മോചനത്തിന്റെ കാര്യം എടുത്താലോ, വളരെ വ്യാപകമായി നമ്മൾ ഉള്ളവരധികം മുതിർന്ന ആൾക്കാരാണ്. ഒരു 10-15 വർഷം മുമ്പ് നിങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിലെ വീടുകളിൽ
ബന്ധം യാതൊരു കാരണവുമില്ലാതെ വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ ഞാൻ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ അവർ വീട്ടിൽ കൊണ്ടാക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മടിയുമില്ലാതെ 2 3 മക്കളാവും, അവരുടെ ശരീരം ഇയാളുടെ ആഗ്രഹത്തിന് ചേർന്ന രീതിയിൽ ഭംഗി ഉണ്ടാവില്ല, സാമ്പത്തികമായി ക്ഷീണിച്ചിട്ടുണ്ടാവും. യാതൊരു മൂല്യബോധവും ഇല്ലാതെ ആ 10 15 വർഷം കൂടെ കിടന്ന് താമസിച്ച ഭാര്യയോടോ മക്കളോടോ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വളരെ ഈസിയായി വിവാഹമോചനം നടത്തുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു. ക്രമേണ ഈ ഷമീം അറ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി കർശനമാക്കി. സുപ്രീം കോടതി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, വിവാഹമോചനം നടക്കുന്നതിന് മുമ്പ് ആ വിവാഹമോചനത്തിലേക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ചർച്ചകൾ നടന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണം. അങ്ങനെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ വിവാഹമോചനം ചെയ്യാൻ പുരുഷന് അധികാരമുള്ളൂ. തലാക്ക് വഴി വിവാഹമോചനം നടത്തണമെങ്കിൽ അതിനു മുമ്പ് ചർച്ചകൾ നടന്നിരിക്കണം, മീഡിയേഷനും കൺസലേഷൻ നടന്നിരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിഹാര മാർഗങ്ങളും ശ്രമിക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ ആ വിവാഹം മോചനം സാധൂകരിക്കാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ഷമീം അറ കേസിൽ 2010 വിധിന്യായം പുറപ്പെടുവിച്ചു. വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തലാക്കുകളിൽ സ്ത്രീകള് ഫാമിലി കോടതി വഴിയും സിവിൽ കോടതി വഴിയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വന്നു. അതോടുകൂടി വിവാഹ മോചനത്തിന് ഏകപക്ഷീയമായ പുരുഷന്റെ അധികാരം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സുപ്രീം കോടതികൾക്ക് കഴിഞ്ഞു. അവിടെയും ശരീഅത്ത് പ്രകാരം മുസ്ലിം പുരുഷൻ അനുഭവിച്ച അധികാരത്തെ കർട്ടൈൻ ചെയ്യാൻ നമ്മുടെ നീതിന്യായ കോടതിക്ക് കഴിഞ്ഞു. അതിനേക്കാൾ പുരോഗമനപരമായ ഒരു സംഗതി, ഇപ്പൊ ഇന്നലെ ഞാൻ ഓഫീസിൽ ഇന്ന് ലീവില്ല സാറ്, ഞങ്ങൾ രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ഫോൺ വന്നു, സാർ ഞങ്ങൾ ഓഫീസിലുണ്ട്. ഞാൻ എന്താണ്? അപ്പൊ സാറിന് അത്യാവശ്യമായി കാണണം, എൻ്റെ ഭാര്യ എനിക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളെ മതവും ജാതിയും എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ അപ്പൊ അയാള് പറഞ്ഞു എനിക്കൊരു നോട്ടീസ് കാണിച്ചത്. അപ്പം ഇന്നയാളുടെ ഭാര്യ ഇന്നയാളുടെ മകൾ അറിയിക്കുന്നത്, ഞാൻ നിങ്ങളും ഇന്ന തീയതിക്ക് നടത്തിയ വിവാഹം നമ്മുടെ ഈ ബന്ധത്തിൽ 2 മക്കളുണ്ട്, നിങ്ങൾ എനിക്ക് തന്ന മഹർ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഈ നോട്ടീസിനായി ഞാൻ നിങ്ങളുടെ വിവാഹ ബന്ധം കുലപ്രകാരം വിച്ഛേദിച്ചതായി അറിയിക്കുന്നു. അതായത് ഒരു രജിസ്റ്റേർഡ് നോട്ടീസിന്റെ പുറത്ത് മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനത്തിന് അധികാരമുണ്ട് എന്ന് 937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വ്യാഖ്യാനിച്ച് കേരള ഹൈക്കോടതി വിധിന്യായം പറയുന്നത് 2019 37 2019 ഡിഫറൻസ് അറിയിക്കണം. 73 കേരള ഹൈക്കോടതി തന്നെ വേറൊരു ജഡ്ജ് മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം ലഭിക്കണമെങ്കിൽ 939 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ടിലെ വകുപ്പുകൾ പ്രകാരം മാത്രമേ കഴിയൂ. എക്സ്ട്രാ ജുഡീഷ്യൽ ഡെസൊല്യൂഷൻ മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി വ്യാഖ്യാനിക്കുകയും മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെ എന്നേക്കുമായി അടച്ചു പോവുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് 2019 ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എക്സ് വേഴ്സസ് വൈ കേസിൽ ഫുല എന്ന് പറയുന്ന ഒരു അധികാരം മുസ്ലിം സ്ത്രീക്ക് ഉണ്ട്. ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന രീതിയിൽ മുസ്ലിം നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമായി അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനുശേഷം കേരളത്തിലെ മഹല്ലുകളാണ് മുസ്ലിം വിവാഹത്തിന്റെ രജിസ്റ്റർ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. മഹല്ലുകൾ പരിശോധിച്ചാൽ വ്യാപകമായി മുസ്ലിം സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്ന നിരവധി അനുഭവങ്ങൾ കാണാൻ കഴിയും. കോടതിയിൽ പോകണ്ട, ഓരോരു നൂലാമാലയില്ല. അവരുടെ 3 കണ്ടീഷനാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ വിധിന്യായത്തിൽ 75 ഖണ്ഡികയിൽ പറയുന്നത്. 1, ആ വിവാഹമോചനം നടത്തുന്നതിന് മുമ്പ് ഒരു മീഡിയേഷൻ നടന്നിരിക്കണം, വിവാഹം രഞ്ജിപ്പിലെത്താനുള്ള വഴി തേടിയിരിക്കണം. 2, വിവാഹ സമയത്ത് ഭർത്താവ് നൽകിയ മഹറും മറ്റ് സമ്മാനങ്ങളും തിരിച്ചു കൊടുക്കണം. 3, വിവാഹം മോചനം നടത്തിയെന്ന് സാക്ഷികൾ മുമ്പാകെ ഡിക്ലറേഷൻ വേണം, പ്രഖ്യാപനം വേണം. ഈ 3 കാര്യങ്ങളും പാലിച്ചാൽ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിയമപരമായ അധികാരമുണ്ട്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിൽ. ആണുങ്ങൾ മാത്രം ഇസ്ലാം രൂപം കൊണ്ട 1500 വർഷങ്ങൾക്കിടയിൽ ആണുങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന വിവാഹമോചനം എന്ന അധികാരത്തിന്റെ പുറത്ത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും
ജസ്റ്റിസ് ഡയസിൽ ചേർന്ന ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായം വലിയ ആഘാതമായിരുന്നു. ആ വിധിന്യായത്തെ റിവ്യൂ പിറ്റീഷൻ ഫയൽ ചെയ്തു കേരളത്തിലെ മുസ്ലിം പുരുഷന്മാർ ചേർന്നിട്ട് ദിവസങ്ങളോളം അതേ ബെഞ്ചിൽ അവർ ആർഗ്യൂ ചെയ്തു. മുസ്താഖ് സാർ ഒരു ഇഞ്ച് പുറകോട്ട് പോയില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് നഗ്ന കാർട്ട എന്ന് പറയാവുന്ന ഏറ്റവും സുപ്രധാന വിധിന്യായം പുറപ്പെടുവിച്ച ജഡ്ജി എന്ന് പറയുന്ന ആള് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ്. ഒരുപാട് വിധിന്യായം പുറപ്പെടുവിച്ച പ്രഗത്ഭരായ ജഡ്ജിമാർ നമുക്കറിയാം. പക്ഷേ ജസ്റ്റിസ് കൃഷ്ണയെ പോലെ വളരെ പ്രഗത്ഭരായ ജഡ്ജിമാരുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്താഖ് തുറന്നുവിട്ട ഒരു അത്ഭുത വിളക്ക് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീക്ക് അവരുടെ ശരീരത്തിന് മേൽ ഓട്ടോണമി ഉണ്ട് എന്നും ഭർത്താവിന് വേണ്ടാന്ന് തോന്നിയാൽ ഉപേക്ഷിക്കാൻ അധികാരമുണ്ട് എന്നും ഒരു ജുഡീഷ്യൽ പ്രഖ്യാപനം നടത്തിയ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ്. ഈ വിധിന്യായത്തിനെതിരെ മുസ്ലിം പണ്ഡിതന്മാര് ഞങ്ങളുടെ അധികാരമില്ല, ഇസ്ലാം അങ്ങനെ അധികാരം അനുവദിക്കുന്നില്ല, അത് റദ്ദ് ചെയ്യണം, അത് ഇസ്ലാമിന്റെ സ്പിരിറ്റിനെതിരാണ്, വിശുദ്ധ ഖുർആന്റെ സ്പിരിറ്റിനെതിരാണ്, പ്രവാചകചര്യക്കെതിരാണ്, സ്ത്രീകൾക്ക് അങ്ങനെ അവകാശമേ ഇല്ല എന്ന് 2-3 ദിവസം ആർഗ്യൂ ചെയ്തിട്ടും ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അദ്ദേഹം ആദ്യം പുറപ്പെടുവിച്ച അതേ വിധിന്യായം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇത് സ്ത്രീകളെ സംബന്ധിക്കുന്ന സുപ്രധാനപ്പെട്ട നിയമമാണ്. അതിനനുകൂലമായ രീതിയിൽ മദ്രാസ് ഹൈക്കോടതി ആ വിധിന്യായം അംഗീകരിച്ച് അവിടെ വിധിന്യായം പുറപ്പെടുവിച്ചു. മറ്റു പല കേരളത്തിലെ ഹൈക്കോടതികളും ഇന്ത്യയിലെ ഹൈക്കോടതികളും മുഹമ്മദ് മുസ്താഖിന്റെ വിധിന്യായം ശരിയാണെന്ന് അംഗീകരിക്കുന്ന സമീപനം കൈക്കൊണ്ടു. ഇവിടെ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകൾക്ക് ഇങ്ങനത്തെ അവകാശം കൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, മുസ്ലിം സ്ത്രീയുടെ അവകാശം, അവരുടെ ഓട്ടോണമി, അവരുടെ ബോഡിക്കുള്ള ഓട്ടോണമി എന്ന് പ്രഖ്യാപിക്കാവുന്ന ഒരു വിധിന്യായത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് മുസ്ലിം പുരുഷന്മാരാണ്. അങ്ങനെ ചോദ്യം ചെയ്ത ഹർജിയുടെ നോട്ടീസ് ആ സ്ത്രീയുടെ അതിന്റെ ആദ്യത്തെ കേസ് വരുന്നത് തലശ്ശേരി കുടുംബ കോടതിയിലായിരുന്നു. ആ തലശ്ശേരി കുടുംബ കോടതിയിലെ വക്കീൽ അജിത് കുമാർ എന്ന അഭിഭാഷകന് നോട്ടീസ് ലഭിക്കുകയും അതേ അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിം പേഴ്സണൽ ലോനെ ആധുനിക സമൂഹവുമായി ചേർന്ന് പോകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സമീപനമാണ് നമ്മളുടെ നീതിന്യായ കോടതികൾ ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രം നിന്നില്ല. അതായത് നേരത്തെ ഉണ്ടായ ശരിയത്ത് അപ്ലിക്കേഷൻ വന്ന ഘട്ടത്തിലുണ്ടായ പല നിയമങ്ങളും ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകാത്തതും ആധുനിക ലിംഗനീതിക്ക് അധിഷ്ഠിതമല്ലാത്തതും ബോധ്യപ്പെട്ട ഘട്ടങ്ങളിൽ അതാത് പ്രശ്നങ്ങളുമായി സ്ത്രീകൾ കോടതിയെ സമീപിക്കുമ്പോൾ ആ സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ശരീഅത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശരീഅത്തിനല്ല മുസ്ലിം വ്യക്തി നിയമത്തെ ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഒരു ആധുനിക നിയമമായി വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ കോടതികളാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹമോചനം. വിവാഹമോചനത്തിൽ ഉണ്ടാക്കിയ വലിയ വിപ്ലവമാണ് കേരള ഹൈക്കോടതി സുപ്രീം കോടതി ഉണ്ടാക്കിയത്. ഇത് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് അന്നത്തെ നിയമനിർമ്മാതാക്കളോ അത് വരണമെന്ന് ആഗ്രഹിച്ച പുരുഷ കേസരികളായ മുസ്ലിം പണ്ഡിതന്മാരോ വിചാരിക്കുന്നത് തീർത്തും വിരുദ്ധമായ ഒരു സമീപനമായിരുന്നു നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതി സമീപിച്ചത്. മൂന്നാമത്തെ സംഗതി ദത്താണ്. ദത്തവകാശം, അഡോപ്ഷൻ പ്രവാചകൻ മക്കയിൽ ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായി വരുന്ന ഘട്ടത്തിന് മുമ്പ് വ്യാപകമായി ദത്തവകാശം ഉണ്ടായിരുന്നു. അറബികളുടെ വലിയ ദത്ത് എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ ഒരു സങ്കല്പമാണ്. മക്കളില്ലാത്തവർക്ക് ദത്തെടുക്കുക, മക്കളുള്ളവർക്കും ദത്തെടുക്കുക. ഇപ്പൊ വലിയ സാമ്പത്തിക നമ്മുടെ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, നമ്മുടെ ജസ്റ്റ് പിരിഞ്ഞു പോയ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം 2 മക്കളെ ദത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ ആ മക്കൾ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ സങ്കല്പമാണ്. മക്കളില്ലാത്തവർക്ക് അവർക്കൊരു മക്കളെ അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് മക്കളില്ലാതിരിക്കാം, അല്ലെങ്കിൽ പ്രസവിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഉന്നതമായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഗതിയാണ് അഡോപ്ഷൻ, ദത്ത് എന്ന് പറയുന്നത്. അതിന് പല ഏജൻസികൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയിലെ പല വിധിന്യായ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമായ ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്തർദേശീയ കരാറുകൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് ദത്ത് കൊടുക്കേണ്ടത്, അവരാദ്യം എങ്ങനെയാണ് അവരെ കരുതേണ്ടത്, എല്ലാത്തും വിശദമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സംഗതിയാണ്. എന്നാൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു.
വിശുദ്ധ ഖുർആനും പ്രവാചകനും ദത്തിനെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് മതനിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹറാമ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ ദത്ത് മതനിഷിദ്ധമാക്കിയത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ദത്ത് നടക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരിചയത്തിലുള്ള മുസ്ലിം മക്കളില്ലാത്ത മുസ്ലിങ്ങളോട് പോയി സംസാരിച്ചാൽ തീർച്ചയായും അവർ ദത്ത് ആഗ്രഹിക്കുന്നവരാണ്. കേരള ഏജൻസിയും കേന്ദ്ര ഏജൻസിയും 2 വെബ്സൈറ്റ് ഉണ്ട്. അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു ഡാറ്റ എടുത്തു നോക്കിയാൽ നിരവധി മുസ്ലിങ്ങൾ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഈ അപേക്ഷ പാടില്ലാത്തതാണ്. മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ദത്തുമായി ബന്ധപ്പെട്ട നിയമം പേഴ്സണൽ ലോ, മുസ്ലിം പേഴ്സണൽ ലോ ആണ്, ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ആണ്. അത് പ്രകാരം മുസ്ലിം ദത്തെടുക്കൽ അനുവദനീയമല്ല. 2014 ഗുജറാത്ത് കലാപം 2002 നടന്നു. ഗുജറാത്ത് കലാപത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ഷബ്നം ഹാഷ്മി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, ഷബ്നം ഹാഷ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സഫ്തർ ഹാഷ്മി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നയാളാണ്. തെരുവ് നാടൻ കളിക്കുന്ന സമയത്ത് വെടിയേറ്റ് മരിച്ചയാളാണ് ഡൽഹിയിൽ. അദ്ദേഹം മരിച്ചിട്ട് 30-32 വർഷമായി. ഈ ജനുവരി 1 മറ്റാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഷബ്നം ഹാഷ്മി. ഷബ്നം ഹാഷ്മിയുടെ ഭർത്താവ് സുപ്രീം കോടതിയിൽ ഒരു സീനിയർ ലീഡിംഗ് ലോയറാണ്. ഗുജറാത്ത് കലാപത്തിൽപ്പെട്ട ഒരു കുട്ടി അവർക്ക് ദത്തെടുക്കണം. അവർ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിച്ചു. എല്ലാ ഏജൻസികളും മുസ്ലിമായി എന്ന കാരണം കൊണ്ട് അവരുടെ ആവശ്യത്തെ നിരാകരിച്ചു. 2014 അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വിശദമായി വാദം കേട്ടു. സുപ്രീം കോടതി പറഞ്ഞത് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അതൊരു സെക്യുലർ നിയമമാണ്, ഒരു ജനറൽ നിയമമാണ്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ലെങ്കിലും ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം മുസ്ലിം രക്ഷിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഷബ്നം ഹാഷ്മിക്ക് ദത്തെടുക്കാൻ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. അതായത് ശരീഅത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്ന ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനമായിരുന്നു 2014 ഷബ്നം ഹാഷ്മി കേസ്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വിശദമായി ആ കേസിന്റെ വിധിന്യായങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വലിയ തോതിൽ ലിംഗനീതിയില്ലാത്ത മനുഷ്യത്വ വിരുദ്ധമായ ഒരു അടിച്ചേൽപ്പിക്കൽ 1937 മുതൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് നേരെ നടത്തുന്നതിനെ ക്രമാനുഗതമായ പരിഷ്കാരം കൊണ്ട്, വിധിന്യായം കൊണ്ട് തടുത്തെടുത്ത സമീപനം എടുത്തത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ഈ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുമ്പാകെ പോയത് ആരും മുസ്ലിങ്ങളല്ലാത്തവരല്ല, നിരീശ്വരവാദികളല്ല, അള്ളാഹുവിലോ പ്രവാചകരിലോ ഖുർആനിലോ വിശ്വസിക്കാത്തവരല്ല. പോയ മുഴുവൻ ആൾക്കാരും മുസ്ലിങ്ങളാണ്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇസ്ലാമായി ജീവിക്കുകയും ആധുനിക മൂല്യബോധത്തോട് ചേർന്ന് പോവുകയും ചെയ്യുന്ന സാമൂഹ്യ കൽപ്പനയാണ് ആത്മീയ ഇസ്ലാം എന്ന് വിചാരിക്കുന്നവരാണ് അവരൊക്കെ. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഉന്നതമായ മൂല്യബോധത്തെ ഉയർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കാലാനുസൃതമായി മാറ്റപ്പെടണമെന്ന ചിന്തയിൽ ഓരോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ലിംഗനീതിക്ക് അടിസ്ഥാനപ്പെടുത്തി, മാനുഷിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ശരീഅത്തിൽ കാലാനുസൃതമായ ഭേദഗതി വരണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെയും ഹൈക്കോടതികൾക്ക് മുമ്പാകെയും സമീപിക്കുന്നത്. 1937 ഈ നിയമത്തിന് ശേഷം 2-3 നിയമങ്ങൾ പിന്നെയും മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നുണ്ടായിട്ടുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചന അവകാശ നിയമം, റെസല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939. ആ നിയമം, അതായത് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 37 ആക്ട് പോലും മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായതുകൊണ്ട് അവരുടെ വിവാഹമോചനത്തിന് മറ്റൊരു നിയമം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വരുന്നത്. ഇപ്പൊ ഞാൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു, വിവാഹ മോചനത്തെ കുറിച്ച് പറഞ്ഞു, ദത്തിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ കാര്യം ജീവനാംശമാണ്. മുസ്ലിം ജീവനാംശം എന്ന് പറയുന്നത് നഫക്ക എന്നാണ് അതിന്റെ അറബി ടേം. പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോയിൽ വലിയ ചാപ്റ്ററാണ്. ഈ മുസ്ലിം ജീവനാംശം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട് വിവാഹിതയായ എല്ലാ സ്ത്രീകൾക്കും
പെൺകുട്ടികൾക്കും ഭർത്താവ് രക്ഷിതാവ് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനായ നിയമമാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ചെലവിന് കൊടുക്കുന്നത് നിഷേധിക്കാൻ കഴിയും. ഒന്ന്, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല. അനുസരണ എന്ന വാക്ക് വളരെ അപകടം പിടിച്ചൊരു ടേമാണ്. അനുസരണ എന്ന വാക്ക് അതിന്റെ മൂലം എന്ന് പറയുന്നത്, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് അടിമ ഉടമ ബന്ധത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു ഉടമ അടിമക്ക് നേരെ ഉപയോഗിക്കുന്ന വേർഡാണ് അനുസരണ, ഒബീഡിയൻസ്. ഇപ്പം മിലിറ്ററി ഫോഴ്സിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് കംപ്ലൈന്റ് ഇല്ലാതെ അനുസരിക്കുക എന്നുള്ളതാണ് കീഴുദ്യോഗസ്ഥന്റെ ബാധ്യത. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ടവളാണ് എന്ന ധ്വനിയിൽ നിന്ന് ഹൈലി പാട്രിയാർക്കിയായ പുരുഷാധിപത്യത്തിന് കീഴ്പ്പെടുന്ന ഒരു വാചകത്തിന്റെ പുറത്താണ് മുസ്ലിം സ്ത്രീയുടെ ജീവനാംശം നിഷേധിക്കുവാൻ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ അനുവാദം നൽകുന്നുണ്ട്. ഏതുവരെ ഭർത്താവിന് സമ്മതമില്ലാതെ ഭാര്യക്ക് അവരുടെ അച്ഛൻ അസുഖമായി കിടന്നാൽ പോകാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ആവശ്യപ്പെട്ടാൽ സെക്സ് നിഷേധിച്ചാൽ ചെലവിന് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെ ഒരു ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്നതാണോ? നമ്മള് ഒരുപാട് അന്തർദേശീയ കരാറുകളിൽ ഏർപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പോക്സോ നിയമവും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെ നമ്മൾ വരുന്നത് അന്തർദേശീയ കരാറുകളുടെ ഭാഗമായി നമ്മുടെ രാജ്യം വരുന്നതുകൊണ്ടാണ്. അങ്ങനെ വന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഒന്ന് പോക്സോ നിയമം. പോക്സോ നിയമപ്രകാരം ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുറ്റകൃത്യമാണ്, ജയിലിൽ പോകും. അത് വിവാഹം കഴിച്ചാൽ പോലും യാതൊരു എക്സെപ്ഷനും ഇല്ല. വിവാഹം കഴിച്ചാലും 18 വയസ്സിന് താഴെയാണെങ്കിൽ ജയിലിൽ പോകും. അതിന് ശരീഅത്ത്, ഞാൻ മുസ്ലിമാണ്, ശരീഅത്ത് ബാധകമാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ മുസ്ലിം സ്ത്രീനെ ഭർത്താവ് അനുസരിച്ചില്ലെങ്കിൽ അടിക്ക എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്. അത് പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വാഭാവികമായി കാണുന്ന കാര്യം, ഭാര്യ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുക, പിന്നെ അനുസരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുക. എന്നുള്ള വാക്ക് അടിക്കുക, മുറിവ് പറ്റാതെ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, തൂവൽ സ്പർശനം എന്നൊക്കെ പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും അടിക്ക എന്ന പ്രയോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഈ ഗാർഹിക പീഡന നിരോധന നിയമം 6 തരത്തിലുള്ള പീഡനങ്ങളെ, അബ്യൂസുകളെയാണ് ഡിഫൈൻ ചെയ്തത്. സെക്ഷൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, എക്കണോമിക് അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്. ഈ അഞ്ചെണ്ണത്തില്, അതായത് എക്കണോമിക് അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ളതാണ്. ഭാര്യ അടിക്കുന്നത് കുറ്റകൃത്യമാകുന്ന രാജ്യത്ത് ശരീഅത്ത് നിയമപ്രകാരം എനിക്ക് എന്റെ ഭാര്യ അടിക്കാറുണ്ട് എന്ന് പറഞ്ഞ ഒരു ഡിഫൻസ് ആയി കോടതി കാണൂല. ഇവിടെയാണ് ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മുടെ നീതിന്യായ കോടതികളും നമ്മുടെ നിയമനിർമ്മാണ സഭയും ശരീഅത്തിനെ റദ്ദാക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടുപോകുന്നത്. ഇപ്പോഴും ശരീഅത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ഭയങ്കര പവിത്രമാണ്, ഇടപെടാൻ പാടില്ല എന്ന് ഓരോ കവലയിലും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെയും ഇസ്ലാമിന്റെ വാക്താക്കളെയും ഇസ്ലാമിസ്റ്റുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലുള്ള വിഭാഗത്തെ സുന്നികൾ അങ്ങനെ വലിയ രീതിയിൽ അത് ഘോഷിക്കാറില്ല. അവരൊക്കെ നിരന്തരം ശരീഅത്തിനെ ആത്മങ്ങൾക്ക് തൊടാൻ അധികാരമില്ല. ശരീഅത്ത് രാജ്യത്തെ നിയമങ്ങൾക്ക് അപ്പുറത്താണ്, ദൈവികമായ നിയമമാണ്. ദൈവത്തിന്റെ നിയമത്തിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2015 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം സ്ത്രീനെ അടിക്കാൻ പോയിട്ട് കണ്ണ് തുറപ്പിച്ച് നോക്കാൻ പോലും കെട്ടിയോന് നിയമ അനുവാദം നൽകുന്നില്ല. അയാൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പം ഈ കാര്യത്തിൽ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിലേക്ക് വരുന്ന സമയത്ത് അവരെ ദുർബലപ്പെടുത്തുന്ന, ശരീഅത്തിനെ ദുർബലപ്പെടുത്തുന്ന, എന്നാൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് അനുകൂലമായ ഒരു സമീപനമാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ കൈക്കൊണ്ടത്. ഇവിടെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു സംഗതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച, പിന്നെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം പുരുഷന്മാരുടെ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ബഹുഭാര്യത്തിലുള്ള അവകാശമാണ്.
അപ്പൊ ഈ ബഹുഭാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാമൂഹിക നിരീക്ഷകർ എന്ന നിലയിൽ നിങ്ങൾ ഈ സലഫി വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി, സുഹൈബ് ചുങ്കത്തറ പറഞ്ഞ ചില നേതാക്കളുണ്ട്. യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാതെ ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടിന് വില കൽപ്പിക്കാതെ പ്രാകൃതമായ ബോധം വെച്ച് മനുഷ്യരിലേക്ക് ഭയപ്പെടുത്തി നരകത്തിന്റെ പേര് പറഞ്ഞ് സ്വർഗത്തെ കാണിച്ച് മോഹിപ്പിക്കുകയും നരകത്തെ കാണിച്ച് ഭയപ്പെടുത്തിയും മുസ്ലിം സമുദായത്തെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് ഈ മുജാഹിദ് വിഭാഗം. അവരെ പ്രധാനപ്പെട്ട ഒരു രീതി ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കലാണ് വലിയ തോതിൽ. ഈ മുജാഹിദ് ബാദ്ഷായുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അവരുടെ മുജാഹിദ് ഓഫീസിലെ വാച്ച്മാനോ അറ്റൻഡറോ ആയിരുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന ആൾക്കൊരു മോളുണ്ട്. അയാളുടെ മോളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അപ്പം കുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ല. അത് പരസ്യമായി ശൈലി പ്രസംഗിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു ബോധം വെച്ച് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് ഈ മുജാഹിദുകൾ. ഇവര് വലിയ തോതിൽ വ്യാപകമായി ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത്യന്തം അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത്? ഇതെങ്ങനെയാണ് ലിംഗവിവേചനമാകുന്നത്? ഇപ്പം നമ്മോടൊപ്പം ഞാൻ രാഷ്ട്രീയം പറയില്ല, നമ്മോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന സാമുദായികവാദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിയ വർഗീയ ചേരുവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു രാജ്യമാണ്. അതിന് മുമ്പ് തന്നെ ഹിന്ദു മഹാസഭ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു രാജ്യത്ത് ജീവിക്കാൻ പാടില്ല, രണ്ട് നേഷൻ ആണെന്നുള്ള വാദം ഹിന്ദു മഹാസഭ ഉന്നയിച്ചിരുന്നു. അത് കുറച്ചും കൂടെ മൂർജിക്കുന്ന രീതിയിലേക്ക് ഹിന്ദു സമുദായത്തിനിടയിൽ സ്വാധീനം കിട്ടാതപ്പോ അതിന്റെ കൗണ്ടർ പാർട്ടായ മുഹമ്മദ് അലി ജിന്ന ആ വാദം ഉന്നയിക്കുകയും ആ ഇന്ത്യ ഒരു പാകിസ്ഥാൻ എന്ന രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് രാജ്യമായി വിഭജിക്കുകയും ഒരു തിയോക്രാറ്റിക് രാജ്യമായി പാകിസ്ഥാൻ നിലവിലുകയും ചെയ്തു. ആ പാകിസ്ഥാനിൽ പോലും മുസ്ലിം പുരുഷന് ഏകപക്ഷീയമായി 2 വിവാഹം ചെയ്യാൻ ഇന്ന് അധികാരമില്ല. നമ്മൾ അറിയിക്കണം, ഒരു സെക്യുലർ രാജ്യമായ മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് ഉയർന്ന വില കൽപ്പിക്കുന്ന ഹൈലി സോഷ്യലിസ്റ്റ് സെക്യുലറായ ഒരു രാജ്യത്തുള്ള നമ്മുടെ രാജ്യത്തെ മുസ്ലിം സ്ത്രീക്ക് ഒരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതോടൊപ്പം രൂപീകൃതമായ പാകിസ്ഥാനില് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ അനുവാദം ഇല്ലാതെ ഒരു മുസ്ലിം പുരുഷന് 2ാം വിവാഹം കഴിക്കാൻ കഴിയില്ല. അത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ വളരെ കുറവാണ്. 2 വിവാഹം കഴിക്കുന്ന മുസ്ലിങ്ങൾ വളരെ വിരലാണ്. പക്ഷെ ഈ മുജാഹിദ് ബാലുശ്ശേരിനെ പോലെ മുസ്ലിങ്ങളെ മറ്റു സമുദായത്തിനിടയിൽ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആരോടോ ഓശാരം വാങ്ങി ജീവിക്കുന്ന ആളുടെ പ്രേരണ കൊണ്ട് ചില പാവങ്ങൾ പെട്ടുപോകുന്നുണ്ട്. എന്നാൽ ഇത് ആധുനിക മൂല്യബോധത്തിനെതിരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് വെപ്പാട്ടിമാരില്ലേ, ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ, മറ്റ് അവീത വേഴ്സില്ലോ, അതൊക്കെ മനുഷ്യനില്ല കാലം മുതലേ ഉള്ള സംഗതിയാണ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരായിട്ട് സഹവാസം, സൗഹൃദം, ലൈംഗികമായ ബന്ധം, പരസ്ത്രീ അട്രാക്ഷൻ, ഇതൊക്കെ മനുഷ്യൻ എല്ലാ ജീവൽക്കിടയിലുള്ള സംഗതിയാണ്. അത് നിയമം മൂലം ഇല്ലാതാക്കുന്ന ഒരു സംഗതിയല്ല. അത് സ്വാഭാവികമായി മനുഷ്യന്റെ വളർച്ചയിൽ കുറഞ്ഞും കൂടിയും പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. നിയമങ്ങൾ ഇപ്പോൾ ലിക്കർ പ്രൊഹിബിഷൻ, മദ്യം നിരോധിച്ചുകൊണ്ട് മദ്യപാനം ഇല്ലാതെയാവുന്നുണ്ടോ? അപ്പം പക്ഷെ ഒരാൾക്ക്, ഒരു സ്ത്രീയുടെ അന്തസ്സ് ഇരിക്കുന്നതിൽ ഒരു 2ാം വിവാഹം കൊണ്ടെന്താ സംഭവിക്കുക? അവരുടെ ഭർത്താവിന് മേൽ അവർക്കുള്ള അവകാശം നേരെ പകുതിയാവും. 3 വിവാഹം കഴിച്ചാലോ അവരുടെ അവകാശം 3-1 4 വിവാഹം കഴിച്ചാലോ അവരുടെ അവകാശം 4-1 ചുരുക്കും. അവരുടെ ലൈംഗികതയുടെ മേലുള്ള അവകാശം കുറയും, സ്വത്തിന്റെ മേലുള്ള അവകാശം കുറയും. അവർ തമ്മിലുള്ള എല്ലാ ഇന്ററാക്ഷനിലും അവർക്ക് 4-1, 3-1, 2-1 കുറയും. ഇത് വലിയ ലിംഗവിവേചനമാണ്. പുരുഷന് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്ന സംഗതിയാണ്. ഇത് നിരോധിക്കേണ്ടതുണ്ട്. ഇത് ഗാർഹിക പീഡന നിരോധനത്തിന്റെ പരിധി വരുന്ന സംഗതിയാണ്. ഗാർഹിക പീഡന നിരോധനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 അബ്യൂസസ് ഉണ്ട്. ഈ 5 അബ്യൂസിന്റെ പരിധിയിൽ വരുന്നതാണ് വൈകാരികമായിട്ട് പിരിമുറുക്കം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവും, സ്വാഭാവികമായി അവർക്ക് ചെലവ് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. ഇതൊക്കെ വരുന്ന ഘട്ടത്തിൽ ഗാർഹിക പീഡനം സെക്ഷൻ 18 പ്രകാരം ഗാർഹിക പീഡനം തടയാനുള്ള അവകാശം മജിസ്ട്രേറ്റുമാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഉണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം 1-ൽ കൂടുതൽ വിവാഹം കഴിക്കാൻ മുസ്ലിം പുരുഷന് അനുവാദം ഉണ്ടായതുകൊണ്ട് ഇതാരും തടയുന്നില്ല. ഇന്ത്യയിലെ മറ്റെല്ലാ പുരുഷന്മാർക്കും നേരത്തെ
ഇന്ത്യൻ ശിക്ഷാ നിയമം 494 പ്രകാരം, ഇപ്പോഴത്തെ BNS പ്രകാരം 252 അല്ലെ വൈഗമ്യ വരുന്നത് 252 അല്ലെങ്കിൽ 287, 252 ആണെന്ന് തോന്നുന്നു. ഓക്കെ, കറക്ഷനാണ്. BNS തലയിൽ കയറി അപ്ഡേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പൊ BNS പ്രകാരം ഈ BJP ഗവൺമെന്റും മുസ്ലിം പുരുഷന്റെ ഈ അവകാശത്തെ എടുത്തു കളഞ്ഞിട്ടില്ല. BJP വലിയ തോതിൽ ഹിന്ദുത്വ ശക്തികൾ ശരീരത്ത് ഭയങ്കര മോശമാണ്, മുസ്ലിം പുരുഷന്മാർക്ക് പ്രത്യേക പ്രിവിലേജ് വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഈ പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള അവകാശത്തെ BJP ഗവൺമെന്റും അമിത്ഷായും തൊട്ട് കളഞ്ഞിട്ടില്ല. ആ അവകാശം നിലനിർത്തുന്നത്. ഇത് സ്ത്രീകൾക്ക് നേരെ ലിംഗവിവേചനമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് 282 നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഭരണഘടന ഏറ്റവും അടിസ്ഥാനപ്പെട്ട മൂല്യം തുല്യതക്കുള്ള അവകാശമാണ്. ഈ തുല്യതക്കുള്ള അവകാശം ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയി സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ എന്ന വാക്ക് ഒഴിവാക്കണം, ഭരണഘടന ആമുഖത്തിൽ നിന്ന് കൂട്ടിച്ചേർത്ത് സെക്യുലർ എന്ന വാക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റിൽ പോലും ഭരണഘടന മൗലികമായി തന്നെ സെക്യുലർ ആണ്. അതിന് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാരണം, ആർട്ടിക്കിൾ 14 ഭാഷ, ലിംഗ, വർണ്ണ, വർഗ, മത, ജാതി വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് ആമുഖ ഭരണഘടനയുടെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഭരണഘടന അടിസ്ഥാനപരമായി സെക്യുലർ ആണെന്ന് കണ്ടെത്തിയതാണ്. ഇവിടെയാണ് 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് പുരുഷനിൽ ഉള്ള ഒരുപാട് പ്രിവിലേജുകളെ സ്ത്രീകളിൽ നിന്ന് തടയുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ആർട്ടിക്കിൾ 14 മാത്രം ലംഘനമല്ല, ആർട്ടിക്കിൾ 21 ലംഘനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദത്തവകാശം ഉണ്ടായിരുന്നില്ല, വിവാഹമോചനത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല, ബഹുഭാരിത്വം കൊണ്ടുള്ള കയ്യേറ്റമുണ്ട്. ഇതൊക്കെ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. റൈറ്റ് ടു ലൈഫ്. ജീവിക്കാനുള്ള അവകാശം എന്നതിന് സുപ്രീം കോടതി പല വിധിന്യായങ്ങളും വ്യാഖ്യാനിക്കുന്നത് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫ്. അന്തസ്സാർന്ന ജീവിതം ഓരോ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരനല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അന്തസ്സാർന്ന ജീവിതം നമ്മുടെ ഭരണഘടന മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ ആ അവകാശം ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെട്ടാൽ ഭരണഘടനാ കോടതി വഴി, ഭരണഘടനാ കോടതി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയും ഹൈക്കോടതി വഴി റിട്ട് അപ്ലിക്കേഷൻ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ആ അവകാശം നേടിയെടുക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിചാരിക്കുന്ന തുല്യതക്കുള്ള അവകാശത്തെയും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തെ നിരാകരിക്കുന്ന സമീപനമാണ് ശരീഅത്ത് അപ്ലിക്കേഷൻ പ്രകാരം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്വത്തവകാശത്തിന്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു സംഗതി ആയിരിക്കും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേരത്തെ ഇസ്ലാം മത ആചാരപ്രകാരം വിവാഹം കഴിച്ചവരും ഇസ്ലാം മതം വിശ്വസിക്കുന്നവരുമായ ആൾക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവര് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം അതിലെ സെക്ഷൻ 15 പ്രകാരം നേരത്തെ നടത്തിയ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. SMA വിവാഹ രജിസ്റ്റർ ഞങ്ങൾ വലിയ ക്യാമ്പയിനെ നടത്തിയതാണ്. 2023 മാർച്ച് 8 ഞാനും എൻ്റെ പാർട്ട്ണർ ഡോക്ടർ ഷീനിയും ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റൽ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു വിവാഹം നടത്തിയിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ വിവാഹം ഉണ്ടാക്കിയ അലയൊലികൾ, അതിപ്പം നമ്മൾ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിവാഹം നടത്തിയത്. ആ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്ന ആൾക്കാരുടെ മുമ്പിൽ ആ സംഗതി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്തുമായിരുന്നു, പക്ഷേ പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന സംഗതി എന്താ, പെൺകുട്ടികളായാലും എന്താ പ്രശ്നം? പെൺകുട്ടികളായാൽ എനിക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ തൊട്ട് താഴെയുള്ള സഹോദരന് 4 ആൺകുട്ടികളാണ്. എൻ്റെ 3ാമത്തെ സഹോദരന് 2 ആൺകുട്ടികളും 1 മോളുമാണ്. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
എന്റെ സ്വത്ത് അല്ലെങ്കിൽ എന്റെ ഭാര്യ മരിച്ചാൽ അവരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് പൂർണ്ണമായി ഞങ്ങളുടെ മക്കൾക്ക് കിട്ടില്ല. എന്റെ മൂത്ത മോള് ലോയിൽ PGയിലെ ആളാണ്, രണ്ടാമത്തെ ആള് PG ചെയ്യുന്ന ആളാണ്, മൂന്നാമത്തെ ആള് +1 പഠിക്കുന്ന ആളാണ്. സാമാന്യം വിവേകമുള്ള, കാര്യങ്ങൾ തിരിച്ചറിയുന്ന, സമൂഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള മക്കളാണ് ഞങ്ങളിൽ നിന്ന്. അവരങ്ങനെയാണ് ജീവിതത്തെ കണ്ടത്. പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നുമല്ല, കുട്ടികൾക്ക് അങ്ങനത്തെ എന്റെയും എന്റെ പാർട്ടിയുടെയും ബോധം അവരിലേക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ബോധം അവരിലേക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ പെൺകുട്ടികൾ മാത്രമായതുകൊണ്ട് ഞങ്ങളുടെ സ്വത്തിന്റെ 2 ഓഹരി മാത്രമേ ആ കുട്ടികൾക്ക് കിട്ടൂ. ബാക്കി 1 ഓഹരി ഞാൻ മരിച്ചാൽ എൻ്റെ സിബ്ലിങ്സിന് പോകും. ഷീനയാണ് മരിക്കുന്നെങ്കിൽ അവരുടെ സിബ്ലിങ്സിന് പോകും. എന്നാൽ ആൺകുട്ടികളുടെ എൻ്റെ അനിയൻ എൻ്റെ ബ്രദർ മരിക്കുകയാണെങ്കിൽ ആ മുഴുവൻ സ്വത്തും അയാൾക്കിടെ മക്കൾക്ക് തന്നെ 4 പേർക്കും കിട്ടും. മൂന്നാമത്തെ അനിയൻ മരിച്ചാൽ 2 ആൺകുട്ടി 1 പെൺകുട്ടി, അത് മൂന്നാമത്തെ അനിയനുള്ളത്, അവൻ മരിക്കുകയാണെങ്കിൽ അവന്റെ മുഴുവൻ സ്വത്തും അവരുടെ കുട്ടികൾക്ക് മാത്രം കിട്ടും. എനിക്ക് 3 പെൺകുട്ടികളായതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് എൻ്റെ സ്വത്തിന്, ഞാൻ എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മയിൽ നിന്ന് കിട്ടിയ സ്വത്ത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് പോകുന്നു. ഇത് സ്വത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മളിപ്പോ ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു 10, 30, 28 കൊല്ലമായിട്ട് വക്കീൽ പണിയെടുക്കുന്ന ഒരാളാണ്, സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, സാമൂഹിക പ്രവർത്തനമുണ്ട്. എന്റെ വക്കീൽ ഓഫീസിലെ പ്രധാനപ്പെട്ട സംഗതി 995 മുതൽ KLT ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ലീഗൽ വെബ്സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, 2 മൊബൈൽ ഫോൺ ഉണ്ട്, ടാബ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ഓഫീസ് ഉണ്ട്, സിം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ അതെല്ലാം ആ മരണത്തിന്റെ സെക്കൻഡ് മുതൽ എൻ്റെ മക്കളിലേക്കും ഭാര്യയിലേക്കും വരികയാണ്. സ്വത്ത് എന്ന് പറയുന്നത് ഭൂസ്വത്തുക്കൾ മാത്രമല്ല, എൻ്റെ ഷർട്ട്, എൻ്റെ പാൻറ്, എൻ്റെ ഷൂ എല്ലാം, ബെൽറ്റ്, വാച്ച്, എവറിത്തിങ്. നമ്മൾ മരിക്കുന്ന സമയത്ത്, നമ്മുടെ ഒരു മുസ്ലിമായ ഒരാൾ മരിച്ചു കഴിയുന്ന സമയത്ത് അയാളുടെ കടവും മയ്യത്ത് എന്നാണ് മുസ്ലിങ്ങൾ ബോർഡിനെ പറയുക, മയ്യത്ത് പരിപാലനം, കബറടക്കമുള്ള ചെലവും കഴിച്ച് ബാക്കി മുഴുവനും അനന്തരാവകാശികളിലേക്ക് കൈമാറും. ഈ അനന്തരാവകാശി എന്ന് പറയുന്നത് എൻ്റെ 3 മക്കളും ഭാര്യയും, അതിനു പുറമെ എൻ്റെ സഹോദരങ്ങളും വരും. ഇത് എൻ്റെ മക്കൾ പെൺകുട്ടികളായതുകൊണ്ട് മാത്രമുള്ളൊരു വിവേചനമാണ്. ഇത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മുസ്ലിങ്ങള് ഇന്ത്യയിൽ വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമുദായം തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഫാസിസ്റ്റ് അക്രമത്തിന് വിധേയമാകുന്ന ഒരു സമുദായമാണ്. ഇഷ്ടമില്ല ഭക്ഷണം കഴിക്കാൻ അധികാരമില്ലാത്ത സമുദായമാണ്. ഇഷ്ടമില്ല വസ്ത്രം ധരിക്കാൻ അർഹതയില്ലാത്ത സമുദായമാണ്. താടി നീട്ടി വളർത്തിയാൽ അത് തീവ്രവാദി എന്ന് വിളിക്കുന്ന ഒരു സമുദായമാണ്. അങ്ങനെയൊക്കെ വലിയ വെല്ലുവിളി നേരിടുന്ന, ലോകത്തെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു മൈനോറിറ്റിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ആ വസ്തു ഞാൻ അംഗീകരിക്കുന്നു. അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ സമുദായത്തിന് അകത്തുള്ള സ്ത്രീകൾ നിയമപരമായി അതിനേക്കാൾ വലിയ വിവേചനം നേരിടുന്നുണ്ട് എന്ന് സമൂഹത്തോട് പറയാൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എനിക്കും എൻ്റെ പാർട്ണർക്കും ബാധ്യതയുണ്ട് എന്ന് കരുതിയാണ് ഞങ്ങൾ ആ വിവാഹം മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനത്തിൽ രജിസ്റ്റർ ചെയ്തത്. വലിയ തോതിൽ ചർച്ചയായി, സമൂഹം ശ്രദ്ധിക്കപ്പെട്ടു, സമൂഹത്തിൽ ഉന്നതന്മാരായ ആൾക്കാർ അതിൽ അഭിപ്രായം പറഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞവരാരും ഇപ്പൊ ഈവൻ ശരീഅത്ത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പോലും ഞാൻ ഉന്നയിച്ച പ്രശ്നം ഗൗരവപരമല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിം സ്ത്രീ ഈ നിയമപ്രകാരം വിവേചനം നേരിടുന്നുണ്ട് എന്ന് എന്റെ വാദത്തെ ഒരാൾ പോലും നിരാകരിച്ചില്ല. നിങ്ങൾ മുഴുവൻ ആളും അന്നത്തെ ഡിബേറ്റ് എടുത്ത് നോക്കിയാൽ മതി. TV-യിൽ 3-4 ദിവസം ചർച്ച ഉണ്ടായിരുന്നു. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് അത്രയും പ്രൈം ടൈം ചർച്ച നടക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും സാധാരണ മനുഷ്യരുടെ. 3-4 ദിവസം നടന്ന മാതൃഭൂമിയിലും മനോരമയിലും എല്ലാ ഏഷ്യാനെറ്റിലും എല്ലാത്തിലും ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചകളിൽ ഉന്നയിച്ചവർ ആരും ഒരു മതപണ്ഡിതനും ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ഷുക്കൂറിന് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ജിഫ്രി മുത്തുകോയ തങ്ങൾ പറയുന്നത് വക്കീലിന്റെ സ്വത്ത് മക്കളുടെ പേരിൽ എഴുതി വെച്ചാൽ പോരെ. അവരാരും ഞാൻ ഉന്നയിച്ച കോർ ഇഷ്യൂ തെറ്റാണ്, ഷുക്കൂർ വക്കീൽ പറയുന്നത് ശരിയല്ല, ശരീഅത്തിൽ അങ്ങനത്തെ ഒരു വിവേചനമില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. മുസ്ലിം വ്യക്തി നിയമം കൃത്യമായ വിവേചനം മുസ്ലിം സ്ത്രീയോട് കാണിക്കുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്.
സിം കാർഡ്, ഞാൻ ഈ സംഭവം കഴിഞ്ഞപ്പോ ഫേസ്ബുക്കിൽ സെബീന സാലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു കുറിപ്പ് വന്നു. അവിടെ ഉപ്പ മരിച്ചു, അവർ 3 പെൺകുട്ടികളാണ്. എയർടെലിന്റെ സിം കാർഡ് ഉണ്ടായിരുന്നു അവർക്ക്. അത് മാറിക്കിട്ടാൻ അവരുടെ ഉപ്പയുടെ സഹോദരങ്ങൾ ബോംബെയിലും ഡൽഹിയിലൊക്കെ ആയിരുന്നു. അവരതിനെടുത്ത ത്യാഗം, എത്രയോ മാസങ്ങൾ 3 സിസ്റ്റർമാർ ഒപ്പിട്ടാൻ നടക്കുന്ന ഒരു കാര്യം സിം കാർഡ് മാറിക്കിട്ടാൻ. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ സിം കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് സിം കാർഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും വീട്ടിലെ മൂത്ത ആളെന്ന നിലയിൽ മിക്കവാറും അച്ഛന്റെ പേരിലായിരിക്കും സിം കാർഡും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും സിം കാർഡുമായി ബന്ധപ്പെട്ട് ഈ സിം കാർഡ് മാറ്റണമെങ്കിൽ ഉപ്പാന്റെ ബ്രദേഴ്സിന്റെ അല്ലെങ്കിൽ ഉമ്മയുടെ ബ്രദേഴ്സിന്റെ ഒപ്പ് വാങ്ങാൻ, അവരുടെ ഒപ്പ് വാങ്ങാൻ പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ താ, അത് നിങ്ങളെ കാറ് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റി തരാം, ഒപ്പിട്ട് തരാം. യാതൊരു കരുണയും ദാക്ഷിണ്യവും ഇല്ലാതെ എന്താണോ പ്രവാചകനും വിശുദ്ധ ഖുർആനും മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് വിരുദ്ധമായ രീതിയിൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ആ അച്ഛൻ മരിച്ച മക്കളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ സാമൂഹിക വിപത്ത് സമൂഹത്തിലുണ്ട്. അതിന് നേരെ ടോർച്ചടിക്കുക, വെളിച്ചം വീശുക എന്നത് മാത്രമായിരുന്നു എന്റെ ദൗത്യം. അത് ഞാൻ ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് എന്നെ വിമർശിച്ചവർ, ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തവരാണ്, ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്തതാണ്, പബ്ലിസിറ്റി എന്നൊക്കെ വാദം ഉന്നയിക്കുന്നവരും ഞാൻ ഉന്നയിച്ച പ്രശ്നത്തെ കോറിലേക്ക് ഇന്നേ വരെ കടന്നിട്ടില്ല. ആവർത്തിച്ച് പറയും, സ്വത്ത് മാത്രമല്ല സിം കാർഡും റേഷൻ കാർഡ്, ബാങ്കിലെ പാസ്ബുക്ക്, ഇലക്ട്രിസിറ്റി ബില്ല്, ആധാർ കാർഡ്, ആധുനിക ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും നിങ്ങൾ സിം കാർഡുമായി ബന്ധപ്പെട്ടതാണ്. ആ സിം കാർഡ് മാറ്റണമെങ്കിൽ ലക്ഷങ്ങൾ പകരം ചോദിക്കുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അതിന് കാരണം 937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് പിന്തുടരുന്ന അവകാശത്തിൽ മുസ്ലിങ്ങൾക്ക് ശരീഅത്താണ് ബാധകമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇത് തിരുത്തേണ്ടതുണ്ട്, ഇത് തിരുത്തിയേ പറ്റൂ. നിർഭാഗ്യവശാൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മുഖം കൊടുക്കേണ്ട, മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ബാധ്യസ്ഥമായ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ഈ ഭാഗം ശ്രദ്ധിക്കുന്നേയില്ല. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ഇതിൽ മാറ്റത്തിനെതിരാണോ? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ കാര്യത്തിലേക്ക് വരാം. 985 മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാന ബീഗം കേസ് സുപ്രീം കോടതി വിധി പറയുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ഇന്നത്തെ മുപ്പത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് മുഹമ്മദ് അഹമ്മദ് ഖാന്റെ കേസിൽ ഒരു വിധിന്യായം പറഞ്ഞു. തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് മുസ്ലിം ഭർത്താവ് ചെലവിന് നൽകേണ്ടതുണ്ട്. തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് മുസ്ലിം ഭർത്താവ് ചെലവിന് നൽകേണ്ടത്. ഭർത്താവ് ചെലവ് നൽകാൻ ബാധ്യസ്ഥമായ നിയമം വ്യക്തി നിയമത്തിന് പുറമെ, ഓരോ വ്യക്തി നിയമത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ബാധകമായ നിയമമുണ്ട്, ഹിന്ദുവിന് ബാധകമായ നിയമമുണ്ട്, മുസ്ലിമിന് ബാധകമായ നിയമമുണ്ട്. അതിന് പുറമെ ജനറൽ ലോ എന്ന നിലയിൽ 973 ക്രിമിനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC 125 പ്രകാരം ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ മക്കൾക്ക് അല്ലെങ്കിൽ അമ്മക്ക് അച്ഛന് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഭാര്യക്കും മക്കൾക്കും അച്ഛനും അമ്മക്കും ചെലവിന് കൊടുക്കാൻ ആരോഗ്യമുള്ള വരുമാനമുള്ള ഒരു പുരുഷൻ ബാധ്യസ്ഥനാണ്. സ്ത്രീയും ബാധ്യസ്ഥരാവും. അച്ഛനും അമ്മക്ക് ചെലവിന് കൊടുക്കാൻ സ്ത്രീയും ബാധ്യസ്ഥരാണ്. ഭാര്യ എന്ന് പറയുന്ന ഡെഫിനിഷനില് CRPC എടുത്ത് നോക്കിയാൽ ഇപ്പൊ CRPC 125 മാറി BNSS 144 ഭാര്യ എന്ന ഡെഫിനിഷൻ പരിശോധിച്ച് നോക്കിയാൽ വിവാഹമോചിതയായ സ്ത്രീയും ഭാര്യയുടെ ഡെഫിനിഷനിൽ വരും. ഭാര്യ എന്ന് പറയുന്നത് വിവാഹബന്ധം നിലവിലുള്ളവരും വിവാഹമോചിതയായ സ്ത്രീയും ഇന്ത്യയിലെ CRPC അല്ലെങ്കിൽ BNSS പ്രകാരം ഭാര്യയാണ്. മുഹമ്മദ് അഹമ്മദ് ഖാന്റെ ഭാര്യ ഷബാനു ബീഗം മധ്യപ്രദേശിലുള്ള ഒരു ലേഡിയാണ്, ഭോപ്പാലിനെ മറ്റാന്ന് തോന്നുന്നു. അവര് മജിസ്ട്രേറ്റ് കോടതിയിൽ ചെലവിന് നൽകി. ആ കേസ് ചെലവിന് നൽകാൻ കോടതി വിധിച്ചു. ജില്ലാ കോടതിയിൽ അപ്പീൽ വന്നു. ഫാമിലി കോടതി വരുന്നതിന് മുമ്പാണ് ജില്ലാ കോടതിയിൽ അപ്പീൽ വന്നു. അപ്പീൽ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞാൽ അവരെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു.
വിവാഹമോചനം ചെയ്ത സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു വിവാഹമോചിതയാണെങ്കിലും CRPC 125 പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. CRPC 125 ജനറൽ ലോ ആണ്. പ്രത്യേക സമുദായത്തിലെ സ്ത്രീകൾക്ക് വിവേചനം നൽകാൻ നിയമം കോടതി അനുവദിക്കുന്നില്ല. കൂട്ടത്തിൽ സുപ്രീം കോടതി ഒരു വ്യാഖ്യാനം നടത്തി. മത്തായി എന്ന് പറയുന്ന ഒരു ടേം ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ പ്രകാരവും സ്ത്രീകൾക്ക് തലാഖ് ചെയ്ത സ്ത്രീക്ക്, ഡൈവോഴ്സ് ആയ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥരാണ്. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. മുസ്ലിം ക്ലർജി, പുരുഷ ഇസ്ലാമിസ്റ്റുകൾ, ആ വാക്കാണ് കുറച്ചും കൂടെ കൃത്യം, പുരുഷ ഇസ്ലാമിസ്റ്റുകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകടനം നടത്തി. കൽക്കത്തയിൽ നിങ്ങൾ 85 ആർക്കൈവ്സ്, പത്രത്തിൽ ആർക്കൈവ്സ് നോക്കിയാൽ മതി. കേരളത്തിൽ കോഴിക്കോട്, കൽക്കത്തയിൽ, ഹൈദരാബാദിൽ, ബോംബെയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കയറി പ്രകടനം നടത്തി. ശരീരത്തെ അപകടത്തിലാണ്. സുപ്രീം കോടതി ശരീരത്തിനെതിരെ വാളവും പോയാണ്. അങ്ങനെ അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഭയപ്പെടുത്തി. അദ്ദേഹം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഈ നിയമത്തിന് രക്ഷപ്പെടാൻ 86 വിവാഹമോചന സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ വേറെ നിയമം ഉണ്ടായിക്കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, 85 തെരുവിലിറങ്ങിയ മുസ്ലിങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കല് മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശമാണ്, ദൈവിക നിയമമാണ്, നിയമത്തിൽ കൈകടത്താൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ നിയമങ്ങളിലും വലിയ തോതിൽ സുപ്രീം കോടതി മാറ്റം വരുത്തിയിട്ടും ഒരു പ്രക്ഷോഭവും രാജ്യത്തുണ്ടായിട്ടില്ല. ഈ നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. വലിയ തോതിൽ ഹിന്ദുത്വ ഫോഴ്സിന് ശക്തി പകരുന്ന രീതിയിലേക്ക് അതിന്റെ പ്രചരണം വന്നു. മുസ്ലിം മതമൗലികവാദികൾക്ക് ഗവൺമെന്റ് കീഴടങ്ങിയെന്ന് പ്രചരണം വന്നു. അത് രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രാമജന്മഭൂമി ക്യാമ്പയിന് കാരണമായി. അയോധ്യയിലേക്കുള്ള അദ്വാനിയുടെ മാർച്ച് വന്നു. വലിയ കലാപങ്ങൾ ഉണ്ടായി. 2 MP BJP 80 എത്തി. പിന്നെ അവർ ഇന്ത്യ മുഴുവൻ ആ വർഗീയ വിഷം കീഴടക്കുന്ന രീതിയിലേക്ക് എത്തി. ഇവിടെ ഈ വിഷയത്തിൽ എന്നാൽ സുപ്രീം കോടതി ഈ രാജീവ് ഗാന്ധിയുടെ നിയമം നിലനിൽക്കെ തന്നെ 85 പാസ്സാക്കിയ നിയമം പിന്നെ പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതി ആവർത്തിച്ചു. പാർലമെന്റ് തലാഖ് ചൊല്ലിയ സ്ത്രീക്ക് 125 ബാധകമല്ല എന്ന് നിയമം പാസ്സാക്കിയിട്ടും സുപ്രീം കോടതി പറഞ്ഞത് അത് ജനറൽ നിയമമാണ്, നിങ്ങളങ്ങനെ നിയമം പാസ്സാക്കി, ഞങ്ങൾക്ക് ബാധകമല്ല. അതിനുശേഷം 2012, 2016 ഏറ്റവും അവസാനം 2024 ജൂലൈ 10 സുപ്രീം കോടതി അബ്ദുൽ സമദ് കേസിൽ വളരെ വ്യക്തമായി പറഞ്ഞത് 125 CRPCയും അതോടൊപ്പം 86 നിയമവും 2 നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് ചെലവിന് ആവശ്യപ്പെടാൻ അധികാരം ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 85 മുസ്ലിം സ്ത്രീക്ക് ചെലവിന്, വിവാഹമോചിതയായ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ചെലവിന് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ ഇന്ത്യ മുഴുവൻ കലാപം ഉണ്ടാക്കിയ, കലാപം എന്ന് പറയുന്ന വാക്ക് ആർസനൽ അർത്ഥത്തിലല്ല, തെരുവിൽ പ്രക്ഷോഭം നടത്തിയ, ജാഥ നടത്തിയ, പ്രമേയം പാസാക്കിയ മുസ്ലിം ക്ലർജിമാര്, പുരുഷ ഇസ്ലാമിസ്റ്റുകൾ 2024 ജൂലൈ 10 സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് അതേ നിയമം കുറച്ചും കൂടെ കർശനമായി പറഞ്ഞപ്പോ ഒരക്ഷരം മറുത്തു പറയാൻ തയ്യാറായില്ല. എന്തേ കാരണം? ഇന്ത്യയിലെ മുസ്ലിം സമുദായം 85 നിന്ന് 2025 വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരുടെയും പുരുഷ ഇസ്ലാമിസ്റ്റുകളുടെയും കീഴല്ല സമുദായം. അവർക്ക് ആധുനിക സമൂഹത്തോടൊപ്പം ചേർന്ന് പോകുന്ന മൂല്യബോധമുണ്ട്. ആധുനിക നീതിന്യായ വ്യവസ്ഥിതി ആ മതത്തെ വ്യാഖ്യാനിക്കുന്നത് പോസിറ്റീവായി കാണാൻ പ്രാപ്തമായ തലച്ചോറ് അവർ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അപ്പോ ലിംഗനീതിക്ക് അധിഷ്ഠിതമായ ഒരു നീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ മുസ്ലിം സമുദായം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോടതി വിധികളൊക്കെ വന്നത്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇപ്പം വിവാഹമോചനവുമായി ബന്ധപ്പെട്ടത്, വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടത്, മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുത്തലാഖ് നിരോധിച്ച് 2019 സുപ്രീം കോടതി. അതിനുശേഷം നിയമം വന്നു. മുത്തലാഖ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മുസ്ലിം സ്ത്രീകളാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വരുമ്പോൾ, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ 37 നിയമം എത്രമാത്രം പ്രാകൃതമാണെന്നും മനുഷ്യത്വരഹിതമാണെന്നും ലിംഗവിവേചനത്തിൽ അധിഷ്ഠിതമാണെന്നും
മനുഷ്യന്റെ മൂല്യബോധങ്ങൾക്ക് നിരക്കാത്തവരെന്നും ആധുനിക സമൂഹത്തോട് ഒപ്പം നടക്കുന്ന മുസ്ലിം സമുദായത്തെ പിന്നാക്കം വലിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നിരന്തരം സമുദായത്തിന്റെ അകത്ത് പോരാടിയാണ് ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത്. അതുകൊണ്ട് ഈ നിയമം 37 നിയമം, മുസ്ലിം വ്യക്തി നിയമം ലിംഗ നീതിക്ക് എതിരാണ്, പക്ക പുരുഷാധിപത്യത്തിന് കീഴ്പ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കോടതി വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ബഹുഭാരിത്വത്തിനെതിരെയും അനന്തരാവകാശത്തിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അനന്തരാവകാശം ഈ സ്വത്തിൽ മാത്രമല്ല, എല്ലാ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് കിട്ടുന്ന സ്വത്തിന്റെ ഇരട്ടിയാണ് ഭർത്താവ് മരിച്ച, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കിട്ടുന്ന സ്വത്തിന്റെ ഇരട്ടിയാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കിട്ടുക. അച്ഛന്റെ സ്വത്തിൽ മക്കൾക്ക്, ആൺമക്കൾക്ക് ഇരട്ടി ഓഹരി വരുമ്പോൾ പെൺമക്കൾക്ക് പകുതിയാണ്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കൃത്യമായി സ്ത്രീ വിവേചനം കാണിക്കുന്നത് നിങ്ങൾ എന്ത് വ്യാഖ്യാനം പറഞ്ഞാലും അതിന് പറയുന്ന പ്രധാനപ്പെട്ട വ്യാഖ്യാനം ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചിട്ട് ഭാര്യയെ സംരക്ഷിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഭർത്താവിന് മാത്രമാണ്. അത് ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. മുസ്ലിം സ്ത്രീക്ക് മാത്രമല്ലത്, എല്ലാ സമുദായത്തിലെ സ്ത്രീക്ക് സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ ഭർത്താവ് ചെലവിന് കൊടുക്കണം. ഭർത്താവ് അധ്വാനിക്കുന്നൊരു ഘട്ടം എന്നൊരു സംഗതി ഇപ്പൊ സമൂഹത്തിലില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ 1989 ഒക്ടോബർ 5-ാം തീയതി സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു വനിതാ ജഡ്ജായി ചുമതലയേറ്റു. അപ്പം നമ്മള് 49 നമ്മൾ സുപ്രീം കോടതി വരുന്നുണ്ട്. ആദ്യമായി വനിത സുപ്രീം കോടതി ജഡ്ജാവുന്ന 89 ഒക്ടോബർ 5-ാം തീയതി. അവരാരാന്നറിയോ? സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജി മലയാളിയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. കേരളത്തിൽ നിന്ന് പോയ ഒരു മുസ്ലിം സ്ത്രീയാണ് സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജി. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് സംരക്ഷണം നൽകാൻ അവർ ഉപ്പ വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവർക്ക് സ്വന്തമായി വിദ്യാഭ്യാസം നേടി മജിസ്ട്രേറ്റായി, ജില്ലാ ജഡ്ജായി, ഹൈക്കോടതി ജഡ്ജായി, ആദ്യത്തെ സുപ്രീം കോടതി വനിതാ ജഡ്ജായി, തമിഴ്നാട് ഗവർണറായി കഴിഞ്ഞ 2 വർഷമാണ് അവർ മരണപ്പെടുന്നത്. അത്രയും വലിയ ഉജ്ജ്വലമായ ജീവിത പാരമ്പര്യമുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് സംരക്ഷകൻ വേണമെന്നൊക്കെ നമ്മൾ പറയുന്നത് അധിക പ്രസംഗമല്ല. അത് നമ്മൾ എന്താ പറയാ? കേരളത്തിലെ നമ്മൾ ഇതോടൊപ്പം കൂടി ചേർക്കേണ്ടത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് മുന്നേറ്റം ഉണ്ടായെങ്കിലും രാഷ്ട്രീയ മുന്നേറ്റം വലിയ തോതിൽ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. 1957 ആദ്യത്തെ നിയമസഭ കേരളത്തിലെ എല്ലാ വിപ്ലവങ്ങൾക്കും അടിസ്ഥാനപരമായി നേതൃത്വം നൽകിയ EMS നിങ്ങൾ രാഷ്ട്രീയമായി യോജിപ്പുണ്ടാവും. പക്ഷെ പരിശോധിച്ചാൽ വസ്തുതാപരമായി കേരളം ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും അടിത്തറമാക്കിയത് 57 EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയാണ്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കി അതിനുശേഷമുള്ള എല്ലാ ഡെവലപ്മെന്റും അതിനെ ബന്ധപ്പെടുത്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ്. കൃത്യമായ രൂപരേഖ 56 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂര് സമ്മേളനം ചേർന്ന് ഭാവി കേരളം എങ്ങനെ കുറിച്ച് കൃത്യമായ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ രാഷ്ട്രീയം പറയല്ല, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ മന്ത്രിസഭയിലെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിഷ ബായി എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു, മുസ്ലിം സ്ത്രീയായിരുന്നു. കായംകുളത്ത് ജയിച്ചവരാണ് അവർ LLB ഹോൾഡറായിരുന്നു. തൊട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 60-ൽ ആർ ശങ്കറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ശങ്കർ കോൺഗ്രസ് നേതാവാണ്, ഈഴവ നേതാവാണ്. ശങ്കറിന്റെ മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവി എന്ന് പറയുന്ന ആലപ്പുഴയിൽ നിന്നുള്ള ആളെ. എന്നാൽ 1967 മുതൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ രംഗത്ത് വലിയ മേൽക്കോയ്മ വന്ന ഘട്ടം മുതൽ കേരളത്തിലെ മുസ്ലിം സ്ത്രീയുടെ രാഷ്ട്രീയ ഇടപെടൽ ഗണ്യമായി കുറയുകയും കഴിഞ്ഞ 57 മുതൽ 2024 വരെയുള്ള 67 ശേഷം പൂർണ്ണമായും മുസ്ലിം സ്ത്രീകളെ പിന്നോക്കം തള്ളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മതമൗലികവാദം അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടികൾക്ക് സമുദായത്തിലും ഇതര രാഷ്ട്രീയ പാർട്ടികളും സ്വാധീനം വരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകളെ പിന്നോക്കം വലിക്കുന്ന മികച്ച ഉദാഹരണമാണ് കേരള നിയമസഭയിൽ പൂർണ്ണമായും മുസ്ലിം സ്ത്രീകൾ പിന്നോക്കം തള്ളപ്പെട്ടതെന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന 5 കാലായി എനിക്ക് തന്ന സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചെയ്യുന്നു.